അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ. പുണ്യ മുഹറം മാസത്തിലെ പരിശുദ്ധമായ ആദ്യത്തെ തിങ്കളാഴ്ച രാവിലാണ് നമ്മളുള്ളത് അല്ലേ. തിങ്കളാഴ്ച രാവും പകലും ഏറെ ബറക്കത്തുള്ള രാവും പകലുമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജന്മത്തിന് അള്ളാഹു തിരഞ്ഞെടുത്ത മനോഹരമായ ദിവസം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളൊക്കെ പറയുന്നുണ്ട്, ഒരു വേള വെള്ളിയാഴ്ച രാവിലേറെ പ്രാർത്ഥനക്കുത്തരം തിങ്കളാഴ്ച രാവിനുണ്ട് എന്നാണ്. അതൊരു രഹസ്യമാണ്, എല്ലാവർക്കും മനസ്സിലാകുന്നൊരു ഇൽമല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിരറ്റ് പ്രണയിക്കുന്നവർക്ക് മാത്രം കിട്ടുന്നൊരു സംഗതിയാണ് അല്ലേ. ആദി ഔവൽ മഹിതരായി പാടച്ചു വെച്ച മുഹമ്മദാർ, ബദറിലും ബദലങ്കിടുന്നോരെ കാണുവാൻ വിധിയേകല്ലാ. മഹ്ശറാമണ്ണിൽ അണയും നേരത്ത് കൈവേടിയല്ലേ യാ നബി, മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്നൂരത്തോരാണെൻ്റെ വാരിദി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം ലഭിക്കുന്ന ഒരു സദസ്സായി ഈ സദസ്സിനെ അള്ളാഹു മാറ്റി തീർക്കുമാറാകട്ടെ. നമുക്കിങ്ങനെയുള്ള അവസരങ്ങളൊക്കെ പടച്ചോൻ തരുമ്പോഴേ നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദിയുള്ളവരാകണ്ടേ, വേണ്ടേ? അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ പതിവാക്കേണ്ട ഒരു ദിക്റാണ് അൽഹംദുലില്ലാ. പടച്ചവന് നന്ദി ചെയ്യുക. അള്ളാഹു നമുക്കിങ്ങനെ അവസരങ്ങൾ ഇട്ട് തരുന്നുണ്ട്. മരിച്ചുപോയവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി അവസരമില്ല. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? നമ്മളിപ്പോൾ മരിച്ചിട്ടില്ല, നമുക്കിനി ചാൻസ് ഉണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ അല്ലേ. മനസ്സറിഞ്ഞ് അള്ളാഹുനൊന്ന് ഹംദ് ചെയ്തേ. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാ സ്തുതിയും എൻ്റെ റബ്ബിനാണ്, അവൻ എന്ത് തന്നാലും എനിക്ക് തൃപ്തിയാണെന്ന ബോധ്യം ഇല്ലേ. റബ്ബാണവൻ. റബ്ബ് എന്ന് പറഞ്ഞാല് നമ്മളെപ്പോഴും പറയാറുണ്ട്, ഞാൻ ചോദിക്കുന്നതൊക്കെ തരുന്നവനല്ല, എനിക്ക് ഗുണമെന്താണോ അത് മാത്രം തരുന്നവനാണ്. ഒരു 11 തവണ കൂടെ ചൊല്ലിക്കേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, 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 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ഹംദ് ചെയ്യുമ്പോൾ ഏത് ദിക്ർ ചൊല്ലിയാലും അതിൻ്റെ ആഴം മനസ്സിലാക്കണം അല്ലേ. അതായത് ഇപ്പൊ സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു എത്ര പരിശുദ്ധൻ. അത് പറയുമ്പോൾ എനിക്ക് ഒരു പരിശുദ്ധിയില്ല, പരിശുദ്ധി മുഴുവൻ ആർക്ക് മാത്രമാണ്? അള്ളാഹ്ക്ക് മാത്രമാണ്. ആ ബോധ്യത്തിൽ തന്നെ ചൊല്ലണം, അപ്പോഴാണ് അതിന് വാല്യൂ ഉണ്ടാവുക അല്ലേ. സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്
സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. എല്ലാ സ്തുതിയും അവന് മാത്രമാണ്. പരിശുദ്ധി മുഴുവൻ റബ്ബുൽ ആലമീനായ അല്ലാഹുവിന് മാത്രമാണ്. ആ പ്രണയം നിറഞ്ഞു നിൽക്കെ ചൊല്ലണം അല്ലാഹു അക്ബർ. ഏറ്റവും വലിയവൻ അവനാണ്. ആർക്ക്? എനിക്ക് ഇല്ലേ? എന്റെ മനസ്സിൽ, എന്റെ ഹൃദയത്തിൽ അല്ലാഹുവിനല്ലാതെ സ്ഥാനമില്ല, ദുനിയാവിന് വിലയില്ല. എല്ലാം 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 എന്റെ റബ്ബാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും വലിയവൻ എന്റെ നാഥനായ റബ്ബാണ്. ആ ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ തെറ്റിലേക്ക് നോക്കൂല, ഹറാമിലേക്ക് നോക്കൂല, നമ്മുടെ മനസ്സിൽ തൃപ്തി ഇല്ലാതിരിക്കൂല. കാരണം എന്താ? എനിക്ക് ഏറ്റവും വലുത് അള്ളയാണ്. അള്ളാനെ കിട്ടിയാൽ പിന്നെ അതിലപ്പുറം ഇനിയൊന്നും കിട്ടാനില്ല. നമുക്ക് മറ്റുള്ളതിനോടൊക്കെ ആർത്തി എന്താണ്? ഏറ്റവും വലുതായ അള്ളാനെ കിട്ടിയിട്ടില്ല. ഏറ്റവും വലിയൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെറുതിനോട് ആർത്തി ഉണ്ടാവൂലല്ലോ. നമുക്ക് ഈ ദുനിയാവിനോട് ആർത്തി വരാനുള്ള കാരണം എന്താ? അള്ളാനെ കിട്ടിയിട്ടില്ല. അള്ളാനെ കിട്ടണം അല്ലേ? ആ കൊതിയോടുകൂടെ ചൊല്ലിക്ക് അല്ലാഹു അക്ബർ 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 വലില്ലാഹിൽ ഹംദ്. കരുണക്കടലായ റബ്ബേ, നിന്നെ തിരിച്ചറിയാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ചൊല്ലുന്ന ദിക്ർ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ അതിന്റെ ആശയം? കൽബിൽ വരേണ്ടത് എന്താ? എനിക്ക് അല്ലാഹല്ലാതെ ആരുമില്ല. ആ പ്രണയം നിറഞ്ഞ കൽബോടെ എൻ്റെ സമ്പത്ത് ഞാൻ ഉണ്ടാക്കിയത്, ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, എല്ലാം എൻ്റെ റബ്ബിൻ്റെതല്ലേ അല്ലേ? ആ ബോധ്യത്തിൽ തന്നെ ഈ പരിശുദ്ധമായ മുഹറം മാസത്തിലെ തിങ്കളാഴ്ച രാവ് വരുമ്പോൾ ഈ റിലീഫ് പദ്ധതിയിലേക്ക് ഒരു പ്രയാസങ്ങൾ അനുഭവിക്കണം ഒരു ഉസ്താദിൻ്റെ കാര്യം പറഞ്ഞില്ലേ നമ്മൾ അല്ലേ? അദ്ദേഹത്തിലേക്ക് ഇല്ലേ? സ്വന്തമായിട്ട് വീടില്ല, കടങ്ങൾ ഒരുപാടുണ്ട്, പ്രയാസങ്ങളാണ്. അപ്പോൾ ആ മനുഷ്യനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഹദിയ ചെയ്യുന്നുണ്ട്. ആ നല്ല ബോധ്യത്തിൽ തന്നെ നിങ്ങൾ കൈയഴിഞ്ഞ് സഹായിക്കണം. നിങ്ങൾ നൽകുന്നതൊന്നും കുറഞ്ഞു പോവില്ല. പടച്ചോൻ ഖുർആനിൽ ചോദിക്കണുണ്ട്, എനിക്ക് നിങ്ങൾ കടം തരില്ലേ എന്നാണ് ഇല്ലേ? അള്ളാഹ്ക്ക് കടം കൊടുത്താൽ നമ്മുടെ കൂട്ടുകാർക്ക് കൊടുക്കണ പോലെയാണോ? അള്ളാഹ് നമ്മളെ പറ്റിക്കോ? ഇല്ലല്ലോ. അള്ളാഹ് ഇരട്ടിയാക്കി തരൂലേ? അള്ളാഹ് കയ്യും കണക്കൂല്ലാതെ തരൂലേ? ഖജനാവ് മുഴുവൻ റബ്ബുൽ ആലമീൻ്റെ കയ്യിലല്ലേ? അള്ളാഹു ആ ഹദിയയുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്
لا إله إلا الله 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 കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, നീയല്ലാതെ ഞങ്ങൾക്കാരുമില്ല അല്ലാ. നിന്റെ ഔലിയാക്കളിലൂടെ നിന്നെ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഈ പരിശുദ്ധമായ മുഹറം മാസത്തിലെ പരിശുദ്ധ തിങ്കളാഴ്ച രാവിൽ യാ റബ്ബനാ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് നിന്നെ ദിക്ർ ചെയ്യാനാണ് അല്ലാ. നിന്റെ ഹബീബിനെ സ്വലാത്തുകൾ ചൊല്ലാനാണ് അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ, എന്തെല്ലാം വിഷമങ്ങൾ മനസ്സിലുണ്ടോ എല്ലാ വിഷമങ്ങളും നീ അകറ്റണേ റഹ്മാനേ. അസ്ഹാബുൽ ബദരിങ്ങളെ തവസ്സുലാക്കി അല്പം ബൈത്ത് നമുക്ക് ചൊല്ലാം ഇല്ലേ? ഏത് സംഗതിയും അല്ലാഹ് സ്വീകരിക്കാൻ അവനിഷ്ടമുള്ളവരെ ചേർത്ത് പിടിച്ചാൽ മതി. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي ناجنا واكشف جميع أذية وصرف مكاعيد العدا والطوف بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي نافس الكرباء عن العاصين والعطباء وكل بلية ووباء بأهل البدر يا الله صلاة الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله فكم من حمية حصلت وكم من ذلة فصلت وكم من نعمة وصلت بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وكم أغنيت ذا العسر وكم أوليت ذا الفكر وكم عافيت ذا البزر بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله لقد ضاقت على القلب
جميع الأرض مع رحبي فأنج من البلاء الصغبي بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله أتينا طالب الرفد وجل الخير والسعد فوسع منحة الأيدي بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله فلا تردود مع الخيبة بل اجعلنا على طيبة يا ذا العز والهيبة بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وإن تردود فمن ناتي لنيل جميع حاجاتي يا جال الملمات بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي اغفر وأكرمنا بنيل مطالب منا ودفع مساءة عنا بأهل البدر يا الله صلاة الله سلام الله على طه رسول الله على ياسين حبيب الله إلهي أنت ذو لطف وذو فضل وذو عطف وكم من كربة تنفي بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وصل على النبي البر بلا حد ولا حصر وآل سادة غر وأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله അല്ലാഹു സുബ്ഹാന അസ്ഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് അവരുടെ ഒക്കെ നേതാവായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏതെല്ലാം പ്രയാസങ്ങളുണ്ടോ എല്ലാം അല്ലാഹു മാറ്റിത്തരട്ടെ. മക്കളെ അല്ലാഹു നന്നാക്കി തരട്ടെ. അസുഖബാധിതർക്ക് അല്ലാഹു ശമനം തരട്ടെ. പല കുട്ടികളും പലവിധ പരീക്ഷകൾ എഴുതുന്നുണ്ട്, ഉന്നത വിജയം തരട്ടെ. നല്ല അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, അല്ലാഹു ഹൈറായ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളും നീങ്ങാൻ പ്രത്യേകിച്ച് ഈ മുഹറം 10 ചൊല്ലേണ്ട ദിക്റാണ് ഏത്? ദിക്റുൻ നജ അല്ലേ, രക്ഷയുടെ ദിക്ർ ഒരു 11 തവണ ചൊല്ലിക്കുക. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين.
لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين കരുണക്കടലായ റബ്ബേ, മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ആഴക്കടലിൽ നിന്ന് യൂനുസ് നബിയെ രക്ഷിച്ച റബ്ബേ, ഞങ്ങളിൽ പലരും കടക്കെണിയിൽപ്പെട്ടവരാണ്, മക്കളില്ലാതെ വേദനിക്കുന്നവരാണ്, ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരാ. ക്യാൻസർ കൊണ്ട്, ട്യൂമർ കൊണ്ട്, മറ്റു പല അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലുണ്ട് റബ്ബേ. ഈ ദിക്റുകളുടെ ബറക്കത്തുകൊണ്ട്, ഞങ്ങൾ നൽകിയ ഹദിയയുടെ ബറക്കത്തുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ തമ്പുരാനേ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ പരിശുദ്ധമായ രാവിലെ നമ്മൾ ഒരുമിച്ച് കൂടിയത്, അതുപോലെ തന്നെ നാളത്തെ തിങ്കളാഴ്ചയുടെ പകലിലൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടുന്നത്, നമ്മൾ ഈ ചൊല്ലിയ ദിക്ർ, ഇതിൻ്റെ ഒക്കെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതം സമാധാനത്തിലാക്കി തരട്ടെ. എല്ലാവരും ഹാപ്പി അല്ലേ? കുറച്ച് ദിക്റുകളാണെങ്കിലും ആ ദിക്റിന് മധുരം ഉണ്ടായാൽ മതി അല്ലേ? ദിക്റിന് മധുരം ഉണ്ടായാൽ മതി. അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. നീ കൈവെടിയല്ലേ അല്ലാ, നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അല്ലാ. നിന്റെ ലിഖാ ഞങ്ങൾക്ക് വേണമല്ലാ. നിന്നെ കാണുന്ന ഖൽബ് തരണേ അല്ലാ, നിന്നെ കാണുന്ന കണ്ണ് തരണേ അല്ലാ, നിന്നെ അറിയുന്ന കൈ നൽകണേ അല്ലാ, നിന്നോടുള്ള അതിരറ്റ പ്രണയം നൽകണേ അല്ലാ, നിന്റെ ഹബീബിനെ സ്നേഹിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. യാ റബ്ബനാ, ഒരുപാട് തെറ്റുകൾ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് റബ്ബേ. എല്ലാ തെറ്റുകളും നീ പൊറുക്കണേ അല്ലാ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും പിഴവുകളേറെ വന്നിട്ടുണ്ട് അല്ലാ. ഈ പരിശുദ്ധമായ രാവിന്റെയും പകലിന്റെയും മാസത്തിന്റെയും എല്ലാം ബറക്കത്തുകൊണ്ട് നീ ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാ. നീ ഞങ്ങൾക്ക് പൊറുത്തു തരണേ അല്ലാ. നീ പൊറുത്തു തന്നില്ലെങ്കിൽ ദുനിയാവ് തന്നെ ഞങ്ങൾക്ക് നരകമാണല്ലോ അല്ലാ. സമാധാനം ലഭിക്കില്ലല്ലോ അല്ലാ. തെറ്റുകളെല്ലാം നീ പൊറുക്കണേ അല്ലാ. നിന്റെ കാരുണ്യം കൊണ്ട് നീ പൊറുത്തു നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ, ഈ ആമീൻ പറയുന്നവരുടെ കുടുംബക്കാരിൽ പലരും ഹോസ്പിറ്റലുകളിലാണ്. ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരടക്കമുണ്ട്. എല്ലാവർക്കും ആജിലും കാമിലുമായ ശിഫാ നൽകണേ അല്ലാ. മാരക രോഗങ്ങളെ തരല്ലേ അല്ലാ. ക്യാൻസർ, ട്യൂമർ നൽകല്ലേ അല്ലാ. അറ്റാക്ക് നൽകല്ലേ അല്ലാ. ലങ്സ്, കിഡ്നി തകരാറിലാക്കല്ലേ അല്ലാ. സ്വന്തം സന്താനങ്ങൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന രോഗങ്ങളെ തരല്ലയല്ല. കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുന്ന രോഗങ്ങളെ തരല്ലയല്ല. എല്ലാവരും ഞങ്ങളെ വെറുത്തു പോകുന്ന രോഗങ്ങളെ തരല്ലേയല്ല. മരിക്കുന്നത് വരെ ആർക്കും ഭാരമാകാതെ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഖൽബ് നീ നന്നാക്കണേ അല്ലാ. പടച്ചവനെ, നിന്റെ നോട്ടസ്ഥാനം ഭംഗിയാക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ, എത്രയെത്ര ദുആ വസിയ്യത്തുകളാണ് റബ്ബേ. ഒരു പാവപ്പെട്ട ഉസ്താദിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഏറ്റെടുത്തവർ, ഹദിയ ചെയ്തവർ, കയ്യിലില്ലാതിരുന്നിട്ട് പോലും ഹദിയ ചെയ്തവർ, അവരുടെ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീക്കണേ അല്ലാ. കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. കടക്കാരനായി മരിപ്പിക്കല്ലേ അല്ലാ. മരിച്ചു മയ്യത്തായി കിടക്കുമ്പോ കടം തന്ന ആളുകൾ വില പറയുന്ന ഗതികേട് നൽകല്ലേ അല്ലാ.
യാ റബ്ബനാ ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ദാരിദ്ര്യത്തിൽ നിന്ന് കാവലേകണേ അല്ലാ. ദരിദ്രനായി പോകുന്നൊരവസ്ഥയിൽ നിന്ന് കാവലേകണേ അല്ലാ. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ മറ്റൊരുത്തന്റെ മുമ്പിൽ കൈ നീട്ടേണ്ട ഗതികേട് നൽകല്ലേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. ഐക്യം നൽകണേ അല്ലാ. കള്ളുകുടിയന്മാരായ ഇണകളുണ്ട്, നേർവഴിയിലാക്കണേ അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ. ഉമ്മാടെ നെഞ്ചത്ത് നോക്കി ചവിട്ടുന്ന മക്കളാക്കല്ലേ അല്ലാ. ഉപ്പാനോട് കയർത്ത് സംസാരിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. അദബ് നൽകണേ അല്ലാ. ഇഖ്ലാസ് നൽകണേ അല്ലാ. നിസ്കാരമുള്ള മക്കളാക്കണേ അല്ലാ. നിന്നെ കാണുന്ന ഖൽബുള്ള മക്കളാക്കണേ അല്ലാ. ലോകത്തിന്റെ നേതാവ് താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിരറ്റ് പ്രണയിക്കുന്ന പൊന്നുമക്കളാക്കണേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്ന ധാരാളം സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷം നൽകണേ അല്ലാ. അവരുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണേ അല്ലാ. പകർച്ചവ്യാധികളിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. മരിക്കുന്നതിന് മുൻപ് കഅബാലയം തവാഫ് ചെയ്യാൻ നിന്റെ ഹബീബിന്റെ റൗളയുടെ ചാര വന്ന് പൊട്ടിക്കരഞ്ഞു നിന്നിട്ട് യാ റസൂലല്ലാഹ് കൽബ് പൊട്ടിയിട്ട് എന്റെ ഹബീബിനെ വിളിക്കാൻ, ഹബീബാൽ തിരിഞ്ഞു നോക്കുന്നവരിൽ ഉൾപ്പെടാൻ ആ മഹാഭാഗ്യം നീ നൽകണേ അല്ലാ. മദീന കാണാതെ റൂഹ് പിടിക്കല്ലേ അല്ലാ. മദീന കാണാതെ റൂഹ് പിടിക്കല്ലേ അല്ലാ. യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് കരുണക്കടലായ റബ്ബേ റസൂലുള്ളാന്റെ മദദ് തരണേ അല്ലാ. പടച്ചവനെ വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നീ നൽകണേ അല്ലാ. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, എത്ര ആശുപത്രിയിൽ അവർ കയറിയിറങ്ങിയതാ. യാ റബ്ബി യാ റബ്ബി ഈ കൂട്ടത്തിൽ മക്കളില്ലാതെ വേദനിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കണ്ണുനീർ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, അവർ ചെയ്ത ഹദിയയുടെ ബറക്കത്ത് കൊണ്ട് നീ ആ കണ്ണുനീർ തുടയ്ക്കണേ അല്ലാ. ഇനിയൊരു ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടതിനു പകരമായി നീ അവർക്കൊരു കുഞ്ഞിനെ കൊടുക്കണേ അല്ലാ. തരുന്നവൻ നീയാണ്, തടയുന്നവൻ നീയാണ്. നീ നൽകുന്നത് തടയാൻ ആർക്കാണ് റബ്ബേ കഴിയുക? സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാ. എത്രയോ നാളായി സ്വന്തമായൊരു വീടിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, ഖൈറായ ഭവനം നൽകണേ അല്ലാ. പടച്ചവനെ വീട് നിർമ്മാണത്തിൽ ഇരിക്കുന്നത് പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ഉള്ള വീട്ടിൽ സമാധാനം നൽകണേ അല്ലാ. ഇണക്കം നൽകണേ അല്ലാ. മരുമകളും അമ്മായിയമ്മയും തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, ഇണകൾ തമ്മിൽ എല്ലാവർക്കുമിടയിൽ നീ ഐക്യം നൽകണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ പലരും ഖബറിലാണ് അല്ലാ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ ഖബർ നീ വെളിച്ചമാക്കണേ അല്ലാ. സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണേ അല്ലാ. ഖബറിൽ എന്തെങ്കിലും അദാബുണ്ടെങ്കിൽ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഈ നിമിഷം തന്നെ നീ ദൂരീകരിക്കണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബേ. ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഈ ദുനിയാവിലെ ചൂട് പോലും താങ്ങാൻ കഴിയാത്ത ഞങ്ങൾ ആ ചെമ്പിന്റെ തറയായ മഹ്ശറിൽ നിൽക്കുമ്പോൾ താജുൽ അവ്വലീന വല്ലാഖിരീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. മുത്തിനെ കാണാതെ നിന്നെ കാണാൻ കഴിയില്ലല്ലോ അല്ലാ. മുത്തായ തങ്ങളുടെ നൂറിന് തൗഫീഖ് നൽകണേ അല്ലാ. ആ നൂറ് മുഹമ്മദിൽ ലയിക്കാൻ, നൂറ് മുഹമ്മദിൽ ലയിക്കാൻ, നൂറ് മുഹമ്മദിൽ ലയിക്കാൻ, അതിലൂടെ നിന്റെ ദർശനം ആസ്വദിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചോനെ, നീ ഞങ്ങളിൽ നിന്ന് മുഖം തിരിക്കല്ലേ അല്ലാ.
ഈ മുഹറം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.